കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റെയിൽവേ സെക്ഷൻ കൺട്രോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എക്സാം ഡീറ്റെയിലൊക്കെ നോക്കാം. നമ്മുടെ ടൈമിംഗ് വരുന്നത്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 15 ഓഗസ്റ്റ് 14 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് 16 നമുക്ക് കറക്ഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു വിൻഡോ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ എൻഡിങ് ആണ്. അതായത് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എല്ലാം ഈ പറയുന്ന ഡേറ്റിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ടോട്ടൽ വേക്കൻസി വരുന്നത് 119 ആണ്. എല്ലാ RRBയിലും കൂടെ ചേർത്ത്. ഓരോ RRBയിലും നമ്പർ ഓഫ് വേക്കൻസീസ് ലിമിറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ പേ ലെവൽ നോക്കി, 7th CPCയിൽ 6th ലെവലാണ്. ബേസിക് സാലറി വരുന്നത് 35,000 ആണ്. ഓക്കെ, നമ്മൾ അലവൻസൊക്കെ എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് സാലറി മേടിക്കാൻ പറ്റും. ഇനി സെക്ഷൻ കൺട്രോളർ ഒരു RRBയിൽ ഒരുപാടൊന്നും വേണ്ട. ഓക്കെ ആണോ? ഓരോ RRBയിൽ നമുക്ക് ഒരുപാട് സെക്ഷൻ കൺട്രോളറുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ലിമിറ്റഡ് ആവുന്നത്. ഹയസ്റ്റ് പേ, വൺ ഓഫ് ദ ഹയസ്റ്റ് പേയിങ് ജോബ്സ് ആണ് ഇൻ റെയിൽവേ. ഓക്കെ, ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ് തന്നിട്ടുണ്ട്, 14. ഇനി ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജസ് ഓഫ് എക്സാം. ഒരു സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ഇത് എനിക്കൊന്ന് ക്വാളിഫയിങ് ആണെന്ന് തോന്നുന്നു. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കലും ഉണ്ടാവും. ഓക്കെ, ഇത്രയും സ്റ്റേജസ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കുക. നിങ്ങളുണ്ടല്ലോ, ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാമിനൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് പോകുമ്പോൾ ഇവർ ഈ വിഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും. ആ വിഷൻ സർട്ടിഫിക്കറ്റ് സെറ്റാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എക്സാം അവർ നമ്മളെ കൊണ്ട് എഴുതിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനൊരു സംഭവമുണ്ട്. ബാക്കി ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഫുള്ള് വായിച്ച് നോക്കണം കേട്ടോ. ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ നമുക്കിതിലെടുത്ത് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫുൾ വായിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് CBT. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ, ഇത്രയും പരിപാടികളുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 120 മിനിറ്റ് 100 ക്വസ്റ്റനാണുള്ളത്. അതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സിനകത്ത് നമ്പർ സിസ്റ്റം, റേഷ്യോ, ആവറേജ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം സ്പീഡ്, ഡിസ്റ്റൻസ്, പവർ ഓഫ് കോൾജിബ്ര, ലീനിയർ ഇക്വേഷൻ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, LCMS, ജിയോമെട്രി, ഏരിയ, വോളിയം, പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്. ബോത്ത് ഓൺ ബേസിക്സ് ലെവൽ. പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ബേസിക്. ഓൾജിബ്ര ഉണ്ട്, ട്രിഗണോമെട്രി ഇല്ല. ഓക്കെ, ജോമെട്രി ഉണ്ട്, LCM, HCF ഉണ്ട്, പരിപാടികളുണ്ട്, ഏരിയ, വോളിയം, മെൻസുറേഷൻ ഉണ്ട്. ബാക്കി നമ്മുടെ അരിത്മെറ്റിക്കിൻ്റെ ചാപ്റ്ററുകളുണ്ട്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഴുതിയിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ വരുമോ എന്ന് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, DA. ഓക്കെ, ഡാറ്റ അനാലിസിസ് ആൻഡ് DA ഉണ്ട്. പിന്നെ റീസണിംഗ് ഉണ്ട്, ബൈനറി ലോജിക്, സില്ലോയിസം, ക്ലോക്ക് കലണ്ടർ, അസംപ്ഷൻ, ബ്ലഡ് റിലേഷൻ, ഫാമിലി ട്രീ, സോൾവിംഗ് ലോജിക് ബേസ്ഡ് പ്രോസസ്സ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ റീഡിംഗ് കോമ്പിനേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. ഓക്കെ, പിന്നെ GK എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഓക്കെ ആണോ? GK എന്ന് പറയുന്ന സാധനമേ ഇതിനകത്തില്ല. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മാത്സ്, മാത്തമാറ്റിക്കൽ 60, ലോജിക്കൽ 20, മെൻ്റൽ റീസണിങ് 20, അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നിർത്തുക, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കിട്ടുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ക്വാളിഫയിങ് ആണ്. ഓക്കെ, നമുക്കൊരു മിനിമം 42 മാർക്ക് ഈ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിനകത്ത് 2-3 ടെസ്റ്റ് ഉണ്ടെന്ന് വരും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഈ സൈറ്റ് റെഫർ ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിലെടുത്ത് പറയാനായിട്ടുള്ളത്, നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഏതെങ്കിലും ഒരു RRBയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേക്കൻസി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തുവാ, ഗ്രാജുവേറ്റ് ഡിഗ്രി, ഒരു ഗ്രാജുവേഷൻ വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു ഗ്രാജുവേഷൻ വേണം, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ, A2 ആണ്. ഓക്കെ, A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. ഇനി വേക്കൻസി നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രത്തെ വേക്കൻസി UR 2, SC ST OBCക്ക് 1, EWSന് ഒരു വേക്കൻസി, അങ്ങനെ ടോട്ടൽ 4 വേക്കൻസിയാണ് ട്രിവാൻഡ്രം. ഇനി നമുക്ക് ചെന്നൈയിൽ വേക്കൻസി ഉണ്ട്. ചെന്നൈയിൽ സൗത്താണ്, 2 UR, SC 3, ST 2, OBCക്ക് 2. പിന്നെ നമുക്ക് ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ 4,
SC 2, OBC 2 ഇങ്ങനെയാണ് വേക്കൻസി. ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് നോക്കി എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫോർമാറ്റൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഈ കിടക്കുന്ന ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ചുകൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ ആക്ച്വലി സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിജിറ്റലായിട്ടാണ് പരിപാടി. പക്ഷേ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിൽ നമ്മുടെ റെയിൽവേക്ക് പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്തോണം, ഈ കിടക്കുന്ന ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് മേടിക്കുക, ഇപ്പോഴേ മേടിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ക്വാളിഫൈ ആയിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് കടന്ന് ഓടരുത്. ഇതിപ്പോൾ ഇതിന് മാത്രമല്ല, NTPC, ഗ്രൂപ്പ് ഡി, ALP ഒക്കെ എഴുതുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, പിന്നെ IBയുടെ എക്സാമുകൾക്ക് കുഴപ്പമില്ല. IBയുടെ എക്സാംസിന് നമ്മൾ ഡിജിറ്റലായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാവും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇല്ലേ. ഓക്കെ, റീസെൻ്റായിട്ട് IBയുടെ ഇൻ്റർവ്യൂവിന് പോയ കുട്ടികൾക്ക് അത് വലിയ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി ഇത്രയാണ് ജസ്റ്റ് നിങ്ങളടുത്തെന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ടൈം കിട്ടുന്ന പോലെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവർക്കും.